തീർച്ചയായിട്ടും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഈ വിഷയം അറിഞ്ഞപ്പം തൊട്ട് ആ സ്പോട്ടിൽ ഞങ്ങൾ എല്ലാവരും ഉള്ളതാണ്. പ്രത്യേകിച്ച് ഞങ്ങൾ ആ സാഹചര്യത്തിലോട്ട് ഞങ്ങൾ ആ സ്പോട്ടിൽ എത്തിച്ചേരാൻ പോലും അങ്ങോട്ട് ജനപ്രതിനിധികളാണെന്ന് പറയുമ്പോൾ പോലും അങ്ങോട്ട് കടത്തിവിടേണ്ട നിങ്ങളുടെ ഒന്നും ആവശ്യമില്ല എന്ന രീതിയിലുള്ള ഒരു പ്രതികരണമായിരുന്നു മേലധികാരിയുടെ ഭാഗത്തു നിന്നുള്ളത്. അവര് പ്രഖ്യാപിക്കുകയാണ്, അതായത് അവിടെ യാതൊരു അപകടങ്ങളുമില്ല, അവിടെ കാഷ്വാലിറ്റീസ് ഇല്ല, ഒരു പ്രശ്നവും ഇല്ല, കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആണ്, 2 പേർക്ക് ഇഞ്ചുറി ഉണ്ടായി, അവരെ മാത്രം ഷിഫ്റ്റ് ചെയ്തു, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നൊരു കാഴ്ചപ്പാടിലാണ് ഈ വിഷയം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോഴൊക്കെ ഞങ്ങൾ എല്ലാവരും പറയുന്നുണ്ട് ഇത് ഈ 14, 13, 9 വാർഡിലെ രോഗികൾ ഉപയോഗിക്കുന്ന ശുചിമുറി കോംപ്ലക്സ് ആണ്. സ്വാഭാവികമായിട്ടും ആൾക്കാർ അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ടാവും. അതിന്റെ അടിയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം, നോക്കണം എന്നൊക്കെ ഞങ്ങൾ പറയുമ്പോഴും നിങ്ങളൊന്നും കാര്യമായിട്ട് ഇടപെടേണ്ട എന്നൊരു നിലപാടിലായിരുന്നു അധികാരികൾ. തീർത്തും ദൗർഭാഗ്യകരമായപ്പോൾ ഒരു അവസ്ഥയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് നടന്നിരിക്കുന്നത്. ഞങ്ങളൊക്കെ ദിനം പ്രതി ഈ ആശുപത്രിയായിട്ട് ബന്ധപ്പെട്ട് പല രീതിയിൽ പല കാര്യങ്ങളും സഹകരിക്കുന്നതാണ്. പക്ഷേ ഇതൊക്കെ തീർത്തും അനാസ്ഥയുടെ ഒരു അരങ്ങായി പോയി ആശുപത്രി എന്ന് പറയുന്നത് വളരെ ഖേദകരമായി പറയുകയാണ്. മാത്രമല്ല ഈ ഒരു അനാസ്ഥ അത് ചൂണ്ടിക്കാണിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഇത്തരത്തിൽ ഇനിയൊരു ജീവന് ഇത്തരത്തിലൊരു അവസ്ഥ ഉണ്ടാകരുത്. അത് മാത്രമല്ല പലപ്പോഴായി ആരോഗ്യമന്ത്രിയുടെ ഭാഗത്ത് തന്നെ പല സ്ഥലങ്ങളിലും മിന്നൽ പരിശോധന അത്തരത്തിലുള്ള ഷോകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇത്രയും വലിയൊരു അനാസ്ഥ ഉണ്ടായപ്പോൾ പോലും അവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. പക്ഷെ അവർ ആ ഒരു സമയത്തും ആ ജീവൻ ആ കെട്ടിട അവശിഷ്ടങ്ങൾ കുടിയിൽ കിടക്കുമ്പോൾ പോലും അവർ പറഞ്ഞ കുറച്ചധികം വാദങ്ങളുണ്ട്. അതൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ട ഒന്ന് തന്നെയല്ലേ? തീർച്ചയായും ഞങ്ങളെ ഈ പ്രദേശമായിട്ട് അറിയാവുന്ന ആൾക്കാരാണ് ഞങ്ങൾ ജനപ്രതിനിധികൾ. എന്റെ വാർഡിലാണ് കോട്ടയം മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഞങ്ങളൊക്കെ പറയുന്നുണ്ട് ഈ പറഞ്ഞ പോലെ ഇത് നമുക്ക് തീർച്ചയായിട്ടും ഇതിന്റെ കാര്യങ്ങൾ JCB അനുബന്ധ ഉപകരണങ്ങൾ കൊണ്ടുവന്ന് ഇതിന്റെ അവശിഷ്ടങ്ങൾ മാറ്റണമെന്ന് പറയുമ്പം അവരത് തീർത്തും അത് അവഗണിക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ മേഡം പറഞ്ഞ പോലെ ഒരു ഷോ വർക്ക് മാത്രമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ കുടുംബങ്ങൾ അതിന്റെ എന്തെങ്കിലും വിവരങ്ങളൊക്കെ ലഭ്യമായിട്ടുണ്ടോ? കാരണം മകളുടെ ഒരു അവസ്ഥ അതൊക്കെ എന്തെങ്കിലും അറിയാമോ? മകൾ ട്രീറ്റ്മെന്റ് ആയിട്ട് ആണ് ഇവര് ഈ ആശുപത്രി വന്നെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പം ബോഡി ബാക്കി നടപടിക്രമങ്ങൾക്ക് ശേഷം മോർച്ചറിലോട്ട് മാറ്റിയെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ നടക്കുകയാണ്. അവിടെ എങ്ങനെയാണ് ഒരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ടോ? ജനരോഷം നമുക്ക് നിയന്ത്രിക്കാം? തീർച്ചയായിട്ടും ഇതിനെതിരെ ജനരോഷങ്ങൾ ഇവിടെ നിലവിലുണ്ട് താനും. നാളുകളിൽ പാർട്ടി ആലോചിച്ച് ഇതിന് ശക്തമായ നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും. ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, ഈ ഒരു മെഡിക്കൽ കോളേജിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു അപകടം സംഭവിക്കുമ്പോൾ ബാക്കിയുള്ള ബിൽഡിങ്ങുകളുടെയൊക്കെ ഒരു അവസ്ഥ എങ്ങനെയാണ്? കാരണം ഇത് പറയുന്നു കാലപ്പഴക്കം ചെന്നതാണെന്ന് അവിടുത്തെ ജീവനക്കാർ പറയുന്നു. പക്ഷേ അവിടെ ഒരു മതിയായ മാർഗനിർദ്ദേശങ്ങളുടെ ഒരു കാര്യമോ ഒന്നുമില്ല എന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടവരൊക്കെ പ്രതികരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും ബിന്ദു അവിടേക്ക് ശുചിമുറിയിൽ പോയത് അടക്കം. അത്തരത്തിൽ വലിയൊരു അനാസ്ഥ അല്ല, ഇതിനകത്ത് ഈ പറയുന്ന പോലെ നമ്മൾ പറഞ്ഞാൽ ഈ 3 വാർഡിൽപ്പെട്ട രോഗികളുടെ ഈ വാർഡിനോട് ചേർന്നുള്ള ബാത്റൂമാണ്. സ്വാഭാവികമായിട്ടും ജനങ്ങൾ അവരുടെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ പോകും. അവർക്ക് ഏറ്റവും അടുത്ത് അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ളത് ഈ സ്ഥലമാണ്. വാർഡിൽ നിന്ന് നടന്ന് ഒരു 5 അടി പോലും അല്ലെങ്കിൽ 5 അടി അല്ലെങ്കിൽ 10 അടിക്കുള്ളിൽ നിൽക്കുന്ന ഒരു കെട്ടിടമാണ്. ഒരു കോംപ്ലക്സ് ആണ്. വാർഡിനോട് ചേർന്നുള്ള ഒരു 3 നില കെട്ടിടമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ജനങ്ങൾ ഇത് ദൈനംദിനം ഉപയോഗിക്കുന്ന കെട്ടിടം ഇന്ന് രാവിലെയും ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടല്ലേ ഈ പറഞ്ഞ ഈ അപകടം ഉണ്ടായത്. മറിച്ച് അധികൃതർ ഭാഗത്തുനിന്ന് ഈ പറഞ്ഞ പോലെ ഇത് ഉപയോഗശൂന്യമായിരുന്നെങ്കിൽ ഇതിന് വേണ്ട സൈൻ ബോർഡുകളോ അല്ലെങ്കിൽ അങ്ങോട്ട് ആളെ കടത്തിവിടാതിരിക്കാനുള്ള മാർഗങ്ങളോ ഏതിനും സെക്യൂരിറ്റിമാരെയും എല്ലാം നിയമിക്കുന്ന ആശുപത്രിക്ക് ഇങ്ങനെ ഇത്ര അപകടകരമായ ഒരു അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ അതിന് മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തേണ്ടതല്ലായിരുന്നു. തീർത്തും ഒരു അനാസ്ഥയാണ് ഈ ആശുപത്രി അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അതുമാത്രമല്ല ഇത്തരത്തിലൊരു ബിൽഡിംഗ് ഈ ഒരു രോഗികൾക്കൊക്കെ അവിടെ താങ്കൾ സൂചിപ്പിച്ചതുപോലെയാണെങ്കിൽ ആ 2 ബിൽഡിങ്ങും അത്രയധികം വ്യത്യാസം മാത്രമേ അതിനിടയിലുള്ളൂ. അപ്പോൾ ഇത് ഉപയോഗശൂന്യമായിരുന്നെങ്കിൽ നേരത്തെ അത് പൊളിച്ചു കളയേണ്ടതായിരുന്നില്ലേ? തീർച്ചയായും പൊളിച്ചു കളയോ അല്ലെങ്കിൽ ഇപ്പം ഈ പൊളിച്ചു കളയോ ഇപ്പം പുതിയ കെട്ടിടം പണിത് ഏതാണ്ട് 95% പൂർത്തീകരിച്ച ഒരു കെട്ടിടം മെഡിക്കൽ കോളേജ് നിലവിലുണ്ട്. പക്ഷേ ഇതൊന്നും സമയബന്ധിതമായി അങ്ങോട്ട് കാര്യങ്ങൾ ഷിഫ്റ്റ് ചെയ്യുകയോ ഇത്ര അപകടസ്ഥിതിയായ സ്ഥിതിക്ക് യുദ്ധകാല അടിസ്ഥാനത്തിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിരുന്നു അല്ലേ? പക്ഷെ ഇതൊന്നും ചെയ്യാതെ ഈ മേഡം പറഞ്ഞ ഷോ വർക്ക് മാത്രമാണ് ഇവിടെ മെഡിക്കൽ കോളേജിൽ നടക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.